ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് പള്ളിമുക്കിൽ വാര്യം റോഡിൽ നമ്പ്യാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹെറിറ്റേജ് ഹോട്ടൽ, പഴയൊരു വീട് ഒരു ഹോട്ടലൊക്കെ ആക്കിയ സെറ്റപ്പ് കേട്ടോ. ഹോട്ടലിൻ്റെ കാര്യമൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. ഞാനേ ഈ ഒരു ഹോട്ടലിൻ്റെ പുറകിൽ ഇതിൽ കൂടെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ആരും കണ്ണിൽ അങ്ങനെ പെടാതെ ഒരു ഇവരുടെ ഗ്രീൻ പെപ്പർ എന്ന ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ കൂടെ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് സ്നേഹിതന്മാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. കുറച്ച് പവർഫുൾ ഡിന്നർ ആയിക്കോട്ടെ. ഫുൾ സെറ്റാണോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സിൽ പ്രോൺസ് ആണ് കേട്ടോ. തായ് പ്രോൺസ് നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല റിച്ച് ക്രീമി ആയിട്ടുള്ള തായ് പ്രോൺസ് ഉണ്ട്. പിന്നെ കുറച്ച് കബാബ്സ് ആൻഡ് ടിക്കാസ് ഒക്കെ ഉണ്ട് കേട്ടോ. പലതരം മലായ് കബാബ് ഉണ്ട്. പിന്നെ അങ്ങനെ കബാബിൻ്റെ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ആദ്യം തന്നെ നമുക്ക് പ്രോൺസ് കഴിക്കാം. പ്രോൺസ് അല്ലേ നമുക്ക് താല്പര്യമുള്ളത് ആദ്യം തന്നെ. പിന്നെ മലായ് ചിക്കൻ കബാബ് ഉണ്ട്, ലസൂനി കബാബ്, പിന്നെ തന്തൂരി ചിക്കൻ ടിക്ക, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. റിച്ച് ക്രീമി ആയിട്ടുള്ള പ്രോൺസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ കബാബ്, ഇതൊരു ചെറിയ ലോലിപോപ്പ് ആട്ടോ, ചിക്കൻ തന്തൂരി. പക്ഷേ ഈ ഒരു കബാബ് ടിക്കൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതിപ്പോൾ നമുക്ക് മെയിനായിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്റ്റാർട്ടേഴ്സായി ചെറുതായിട്ട് കഴിക്കാം. പക്ഷേ ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ പറഞ്ഞാൽ ഗ്രീൻ പെപ്പർ കൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പച്ചക്കുരുമുളകിൽ ഉണ്ടാക്കുന്ന ഒരുപാട് നാടൻ ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിക്കൊക്കെ ഇത് ആവറേജ് ഉള്ളൂ, എല്ലായിടത്തും കിട്ടുന്ന പോലെ. ഈ ഹരിയാലി ടിക്ക ഇനി പറയാൻ പോകുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇതാണ് ഗ്രീൻ പെപ്പർ തവ ഫിഷ്. നന്നായിട്ട് ഇഷ്ടമായി. പച്ചക്കുരുളൊക്കെ ഇട്ടിട്ട് ഫിഷ് തവ, ഒരു രക്ഷയുണ്ടായില്ല. മസ്റ്റ് ട്രൈ ചെയ്യാനായിട്ടോ. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പേരും ഗ്രീൻ പെപ്പർ എന്നാട്ടോ. അപ്പോൾ ഗ്രീൻ പെപ്പർ ഫോക്കസ് ചെയ്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്, ചിക്കനും ബീഫ് അങ്ങനെ ഒരുപാടുണ്ട്. ഫസ്റ്റ് തന്നെ കഴിച്ചതാട്ടോ ഗ്രീൻ പെപ്പറിൻ്റെ. നന്നായിട്ട് ഇഷ്ടമായി. ആ ഒരു മസാലയൊക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഇനി ഇതെടുത്ത് കഴിച്ചിട്ട് വേണം ഞാൻ അടുത്ത പല വിഭവങ്ങളുടെ ഗ്രീൻ പെപ്പറിൽ അതൊന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ഇത് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് പ്രോൺസിന് വേറെ സ്റ്റാർട്ടർ. നമ്മുടെ തായ് പോലെയല്ല, തായ് കുറച്ച് മൈൽഡാണല്ലോ സ്പൈസസ് ഒക്കെ. ഇത് ഭയങ്കര എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂടെ ചെറിയൊരു ഡിപ്പുണ്ട്, കുറച്ച് സ്വീറ്റ് ആയിട്ട് വരുന്നത്. അതിട്ട് കഴിക്കുമ്പോൾ കുറച്ചൊരു സ്വീറ്റൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഭയങ്കര സ്പൈസിയാണ്, കുറച്ച് ഓവറായി. ഇതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മളെ തായ് പ്രോൺസ് കേട്ടോ നേരത്തെ കഴിച്ചത്. പിന്നെ ഈ ഡയറ്റ് കേൾക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, വെജ് ഫുഡിന് ഞാൻ ഭയങ്കര അങ്ങോട്ട് അവഗണിക്കുകയാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ലേ, കഴിക്കാറുണ്ട്. നല്ല നല്ല വെജ് സ്പെഷ്യലൊക്കെ വരുമ്പോൾ അത് എടുക്കുന്നുള്ളൂ. അല്ലാതെ വെറും വെജ് കഴിക്കാറ് കുറവാണ് സത്യം പറഞ്ഞാൽ. ഇതാണ് കാശ്മീരി ദം ആലു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഈ ഒരു മലായ് കോഫ്റ്റയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ക്രീമി ആയിട്ട് വരുന്നത്. വെജുകാർക്ക് ഇത് മസ്റ്റ് ട്രൈ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. കോഫ്റ്റൊക്കെ നോൺ വെജിലും ഉണ്ട്. പിന്നെ ഒരു ഞണ്ട് കഴിക്കാൻ അപ്പോൾ ഒരു മൂഡില്ല. അത് നമ്മൾ ഫ്രണ്ട്സ് കൊണ്ടുപോയിക്കോട്ടെ. മൂഡില്ലെന്ന് ക്രാബ് കഴിക്കാൻ മൂഡില്ല. ഇല്ല. പിന്നെ ഇവിടുന്ന് എനിക്ക് കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടമായ വേറെ സംഭവമാണ് ഈ ഒരു ബീഫ് സ്റ്റ്യൂ. സാധാ ബീഫ് സ്റ്റ്യൂ അല്ല, ബീഫ് കാന്താരി സ്റ്റ്യൂ ആട്ടോ. അതിനെ പറ്റി പറയാം. തീർത്തോളാം, അത് മൊത്തം തീർത്തോ. ഉണ്ട്, കുഴപ്പമില്ല. ഈ ഒരു അപ്പം സൈഡ് കൂടെ കുറച്ച് ക്രിസ്പി ആവേണ്ടിയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു കാന്താരി ബീഫ് സ്റ്റ്യൂ മട എടുത്തിട്ട് അങ്ങോട്ട് കഴിക്കണം. ഇത് സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായ മറ്റൊരു ഡിഷാണ് ഇവിടുത്തെ ബീഫ് കാന്താരി സ്റ്റ്യൂ. കണ്ടോ ആ ചെറിയ കാന്താരി മുളക് കയ്യിൽ കണ്ടോ. ഇനി വേറെ സംഭവമുണ്ട്, ചിക്കനിലും ഉണ്ട് ഇവിടെ ഗ്രീൻ പെപ്പർ ചിക്കൻ. പക്ഷെ എനിക്ക് ഗ്രീൻ പെപ്പർ ചിക്കനേക്കാളും ഇഷ്ടമായത് ബീഫ് കാന്താരി സ്റ്റ്യൂ. നടക്കുമോ? കുറച്ച് നേരമായല്ലോ. സത്യക്കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ട സാധനം കഴിച്ചിട്ടും ഇതിൽ മയോനൈസ് ഇല്ല എന്നാണ്. കണ്ടോ, അതൊരു മയോനൈസാണോ? എനിക്ക് കമ്മി ഉണ്ടായിരുന്നു. അവസാനം ഒരു ലൈം സോഡ, അത് നിർബന്ധമാണ് കേട്ടോ. കാരണം അധികം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലൈം സോഡ ലൈം ടീ ഒന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ കാണാം.